ഇന്നർ മണിപ്പൂർ MP അക്കോയ് ജാം പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണിത്. 2023 മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂർ കലാപത്തിന്റെ താപം ഇതുവരെയും പാർലമെന്റിന്റെ ചുവരുകളെ സ്പർശിച്ചിരുന്നില്ല. വഴിപാട് വാക്കുകളല്ലാതെ മണിപ്പൂരിന് വേണ്ടി പാർലമെന്റ് ഇതുവരെ ഒന്നും ഉരിയാടിയിട്ടുമില്ല. ആ പ്രതിഷേധമാണ് അക്കോയ്ജത്തിന്റെ വാക്കുകളിലൂടെ ഇന്ത്യ മുഴുവൻ മുഴങ്ങിക്കേട്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തകർത്തു കളഞ്ഞത് കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്ന് ഇന്ത്യ മുഴുവൻ പ്രചരിച്ച അസത്യത്തെയാണ്. സത്യങ്ങൾ മൂടിവെക്കപ്പെട്ട ആ മണിപ്പൂരിലേക്കാണ് മൂന്നാം തവണയും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നത്. ഇതിലൂടെ കോൺഗ്രസ് മടിയില്ലാതെ പേടിയില്ലാതെ തുറന്നു പറയുന്ന രാഷ്ട്രീയമാണ് ഭാവി ഇന്ത്യയുടെ ഊർജ്ജം. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മെയ്തൈ കുക്കി സമുദായങ്ങൾ തമ്മിൽ വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള രാഹുലിന്റെ മൂന്നാമത്തെ സന്ദർശനമാണിത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ വരവും. നേരത്തെ ഇംഫാലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷൻ കെ മേഘചന്ദ്രയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തുമെന്ന് അറിയിച്ചത്. ഇംഫാലിൽ നിന്ന് അദ്ദേഹം ചുരാചന്ദ്പൂർ ജില്ലയിലേക്ക് പോകും. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി ആശയവിനിമയം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ചുരാചന്ദ്പൂരിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് റോഡ് മാർഗം ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്റാങ്ങിലേക്ക് പോകുകയും അവിടെയുള്ള ചില ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്യും. തുടർന്ന് ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ എന്ന സംസ്ഥാനമേ ഇല്ല. ഒരു സന്ദേശം നൽകാൻ ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു, അവിടെ പോകണമെന്നും. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു മറുപടി പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിക്കില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ 2023 ജൂണിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. കൂടാതെ ഈ വർഷം ആദ്യം ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായും രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തി. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള രാഹുലിന്റെ ആദ്യ സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് മണിപ്പൂരിലെ കോൺഗ്രസ് പാർട്ടി കാണുന്നതെന്ന് വ്യക്തമാണ്. മണിപ്പൂർ വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കി നിലനിർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് വീണ്ടും കലാപബാധിത മേഖലകൾ സന്ദർശിക്കാനുള്ള രാഹുലിന്റെ തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിക്കുന്ന രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് സൂചന. മണിപ്പൂരിലെ കോൺഗ്രസ് നേതാക്കളുമായും രാഹുൽ ആശയവിനിമയം നടത്തും. 2023 മെയ് 3 ആരംഭിച്ച മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് സർക്കാരിന്റെ വാദം. എന്നാൽ കലാപബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ സർക്കാർ മൗനം പാലിക്കുന്നതായി പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലേക്കും കടത്തിവിടാതെ സുരക്ഷാ സേന തടഞ്ഞിരുന്നു. എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച ചുരാചന്ദ്പൂരിലേക്ക് റോഡ് മാർഗം പോയ രാഹുലിന്റെ വാഹനം പോലീസ് തടഞ്ഞു. തുടർന്ന് ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിയ രാഹുൽ തിരിച്ചെത്തിയതിന് ശേഷം രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ നടത്തിയത്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായിരുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തുടക്കവും മണിപ്പൂരിൽ നിന്ന് തന്നെയായിരുന്നു. യാത്രയുടെ ഉദ്ഘാടനത്തിന് ആദ്യം നിശ്ചയിച്ചിരുന്ന വേദിക്ക് അനുമതി നൽകാതിരുന്നത് അന്ന് വിവാദമാവുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഹുലും കോൺഗ്രസും മണിപ്പൂർ വിഷയം നിരന്തരം ഉന്നയിച്ചിരുന്നു. മണിപ്പൂരിലെ 2 സീറ്റിലും കോൺഗ്രസ് ആണ് ഇത്തവണ വിജയിച്ചത്. പ്രതിപക്ഷ നേതാവായതിനു ശേഷവും മണിപ്പൂർ വിഷയം കൂടുതൽ ഗൗരവത്തിൽ ഉയർത്തുന്നതിൽ വടക്കു കിഴക്കൻ മേഖലയിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ പിന്തുണ തിരികെ പിടിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്.